ഹലോ സിദ്ധി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണ്? ഇന്ദ്രനോ? ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുമായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങി വന്ന്. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവർത്തിയില്ല. അല്ല, ഔട്ട് ഹൗസില് കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിങ്ങിന് ഇരുന്ന പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ടാ? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോള് തന്നെ, അഹല്യ. അത് ശരി, ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ. ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്കതളല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? ആ, തന്റെ ഹൗസ് ഓണർ തന്നെ. ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയോ? കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ. ദാ. അഹല്യായ വിഷയെ കിം നിർണയാഹ? അല്ല, മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവര് നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാത്രേ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അവർക്കെന്തിനാ ഇവിടെ തന്നെ ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം? അവൾക്ക് താല്പര്യമുണ്ട്. പഠിച്ച സംഗീതം 4 പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ അവൾക്കൊരു ചേഞ്ചും ആകും. ഇവൾക്കെന്തിനാ ഇപ്പൊ ഒരു ചേഞ്ച്? എത്ര നാളാന്ന് വെച്ചാ ഈ 4 ചുവരിനുള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നേ. അഹം ഗന്തുമിച്ഛാമി. നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനാണ്. ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം. നിന്നോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി മേലാൽ ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ ഇയാളായിരുന്നോ? ഞാനും വിചാരിച്ചു ആരാ ഇപ്പൊ കുളത്തിൽ കുളിക്കുന്നേന്ന്. കുറെ നാളായി കുളത്തിലൊക്കെ കുളിച്ചിട്ട്, കണ്ടപ്പോ ആഗ്രഹം. ഇവിടെ ഇപ്പോ കുളത്തിൽ ആരും കുളിക്കാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ തിരുവാതിരയ്ക്ക് ഞാനും ചിത്തിയും വന്ന് കുളിക്കും, അത്ര തന്നെ. ഇയാളോടൊരു സോറി പെൻഡിങ് ഉണ്ടല്ലോ. എന്നോടോ?
ഞാനന്ന് തന്നോടൊരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടത്. സോറി. താൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ അതോ, എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിവിടെ ആരും കാണിക്കാറുമില്ല. പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാ. ആർക്കും ഒരു ഗുണവുമില്ല. ബട്ട് ഐ മസ്റ്റ് സേ ദിസ്, താനൊന്ന് അസലായി പാടി. അത് തന്നോടുള്ള ദേഷ്യത്തിൽ പാടിയതാ. ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ, ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന്. മ്യൂസിക് ഒരു കരിയറായിട്ട് എടുത്തൂടെ? നല്ല ഭാവിയുണ്ട്. ഭാവിയോ? എനിക്കോ? എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ദേ ഈ ആശ്രമ വീട് തന്നെയാ. ആ ചേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായോ? കുറച്ചു നേരമായി മോളെ. ആ. പോവാം. അണ്ണൻ പോവാണോ? ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് സാറിനെ ഒന്ന് കാണാൻ പോണം. എന്ത് പറ്റി മോളെ? 1-2 ബൾബ് മാറ്റിയിടാനുണ്ട്. ഇനിയിപ്പോ അത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും ചീത്ത. എനിക്കാണെങ്കിൽ കൈ എത്തണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോവിന്ദൻ്റെ ആണെങ്കിൽ കാത്തിക്ക, ഞാനാണെങ്കിൽ അതിൽ നിന്നും വൈകി. സാരല്ല, അണ്ണൻ പൊയ്ക്കോ. അല്ല മോളെ, ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളിനെ ഞാൻ തരാം. വാ. വട്ടാണോ? കുഞ്ഞേ, എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓ. വീട്ടിൽ 1-2 ബൾബ് മാറ്റാനുണ്ട്. ഒന്ന് മാറ്റാൻ സഹായിക്കൂ? ഓ, അതിനെന്താ? ഈ കസേര ഇളകുന്നുണ്ടല്ലോ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, ചുമ്മാ പറഞ്ഞു മാത്രം. എന്നാ അഴിച്ചോ. എന്ത് ബൾബേ? ഓ. ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്, നാട്ടില. ഒന്ന് മനുഷ്യ നോക്കി. ആ, ഇനി അവിടെ? ദേ എവിടെയാ? ആ, അമ്മയെ കാണാൻ പോവാറില്ലേ? ഇല്ല, അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഒരുപാട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ അമ്മേ. നല്ല വേദന ഉണ്ടാവും അല്ലേ? മരുന്നുകളെല്ലാം ഉണ്ടേ. ആ, 4 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അതെ. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പണിയെടുക്കാം. സത്യം. ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ ടെൻഷൻ ആവണ്ട. കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം. സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് തന്നെ ധാരാളം. എന്നാ ശരി, റെസ്റ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അച്ഛൻ അദ്ദേഹത്തോടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് എതിർക്കായിരുന്നില്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷേ
അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ഹേയ്, ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു. ആ എന്താ ഇങ്ങനെ നോക്കണേ? ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ? മനസ്സിലായില്ല. ഇതിലേത് പെണ്ണിന്റെയാന്ന്? ഓ, എന്തു പറ്റി? ഒന്നുമില്ല. ഇത് ശരിയല്ല കേട്ടോ. ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്കാ. ഒരാളുടെ ഡയറി അയാളുടെ സമ്മതമല്ല തുറന്നു നോക്കുന്നതാണ് വലിയ ഫോൾ. മനസ്സിലായോ? അത് ശരി. ഇതിൽ ആരുടെ പടം വരച്ചേക്കുന്നേ? ആരുടെ? ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചു വെച്ചേക്കുന്ന കണ്ണും മൂക്കുവേ? ഓ, അതോ? അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പെണ്ണിന്റെ. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ പലതും. വേറെന്ത്? അതൊക്കെ ഉണ്ട്. എനിക്കും കാണിച്ചോ? അതൊന്നും കാണാൻ പറ്റില്ല. എനിക്കും കാണണം. ഓ, അതൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. കാണിക്ക്. പോയെടുത്തോ. അതെ, ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ്. അതാരാണെന്ന് കാണണോ? കാണണോ? ഉം? കാലൊടിഞ്ഞ് ക്രച്ചസിലാണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? ഏതടാ പോയ പെണ്ണ്? മോനെ ജോണി, കൊതിയാ? അതിനെ വിട്ടുപിടി. അതൊരു പാവം കൊച്ച. നടക്കട്ടെ. അല്ല, നിങ്ങളെന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ. Come on, man. ഇവനെന്താ വെള്ളം കണ്ടിട്ടില്ലേ? എടാ, അത് വർഷത്തിലൊരിക്കലുള്ള കുളിയാ. അത് ഓണം, വിഷു, ക്രിസ്മസ് പോലെ അങ്ങോട്ട് ആഘോഷിക്കും. അത് നിർബന്ധ. അപ്പൊ ഇന്ന് ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങും. എടാ, നീ ചോദിച്ചിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാ പെണ്ണ്? എടാ, അത് പിന്നെ ദേ പറഞ്ഞു തീർന്നില്ലല്ലോ, ആളെത്തി. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ ചിത്തി, ഇവളുടെ ചേച്ചിയാ. ചിത്തി, ഇത് ലിഡിയ, ഇത് വരുൺ, പിന്നെ ആ പൊങ്ങി കിടക്കുന്നതാണ് ജോണി. ആ കുട്ടിക്ക് എന്ത് പറ്റി? അത് കാര്യാക്കണ്ട, എന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ടാ. പട്ടി. ശരിയെന്നാ, നിങ്ങളുടെ കുളി നടക്കട്ടെ, പിന്നെ കാണാം. ആ, ശരി ശരി. നീ വരുന്നില്ലേ? ചിത്തി പോയിക്കോ, ഞാൻ വന്നോളാം. അധികം വൈകണ്ട. ഇയാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് അഹല്യ. ഹലോ. ഹായ്. ഇയാൾ ഇറങ്ങുന്നോ? അയ്യോ, ഞാനില്ല. വാടാ, സ്വർഗത്തിലെ കട്ടറും ആവണ്ട. നമുക്കേ ഇനി അവനെ ആക്രമിക്കാം.
ഞാനോട് എന്താ മോന്ത് അത് വേണ്ട ഇതിനകത്ത് തന്നെ ഒഴി. ആഹാ കള്ളു കുടിക്കാണല്ലേ? കള്ളല്ല, നല്ല അസല് വാറ്റും കരിക്കും വെള്ളവും. ഒരു മംഗലശ്ശേരി നീലകണ്ഠ സ്റ്റൈൽ. പോടാ. ചിത്തി അറിയണ്ട, കൊല്ലും. ആ ഇവരുടെ ഒരു ആഗ്രഹമല്ലേ, ഇതിപ്പോ കഴിയും. പ്രശ്നമാവോ? സാരല്ല, ചിത്തി അറിയാതിരുന്നാ മതി. പിന്നെ നിങ്ങളെല്ലാരും അവിടെ ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അധികം വൈകണ്ടാട്ടോ, താമസിച്ച ചിത്തി ഇങ്ങോട്ട് വരും. എടാ എന്നാ നീ അഹല്യയുടെ കൂടെ ചെല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് വരാം. ശരി. അല്ലെങ്കിൽ ചിത്തിക്ക് സംശയം തോന്നിയാലോ? അതാണ് നല്ലത്, നീ ചെല്ല്. അണ്ണാ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ഇന്ന് സുന്ദരിയുണ്ടല്ലോ. എല്ലാവർക്കും പായസം എടുക്കട്ടെ? ഓ വേണ്ട, വയറ് പൊട്ടാറായി. ഇവന് കൊടുക്കണ്ട, ഇവന് പഞ്ചസാരയുടെ അസ്കിതുള്ളതാ. ആരെങ്കിലും ഒരു പാട്ടുകൂടി പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു. ഓ താരാട്ട് പാട്ട് കേട്ടാലും നിനക്ക് ഉറക്കം വരുള്ളൂ. ഒരു പാട്ടുകാരൻ ഇവിടെ ഇരിക്കുകയല്ലേ? അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല, ശബ്ദവും കൊള്ളില്ല. പക്ഷെ ഇവിടെ പാട്ട് പഠിച്ച ചിലവരുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ടല്ലോ. എന്ന ഇയാളുടെ പാട്ട് കേട്ടിട്ടുണ്ട് കാര്യം. അയ്യോ, ഞാൻ പാടാനോ? നടന്നത് തന്നെ. അഹല്യ പ്ലീസ്. കുഴപ്പമില്ല, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, നീ പാട്. വെയിറ്റ്, എങ്ങോട്ടാ? ഇപ്പൊ വരാം. ഓ, എനിക്കിട്ടുള്ള പണിയായിരുന്നു. നോക്കി കണ്ടിട്ട് കുത്തടോ. ഇതളുലയും തെന്നലിലെ ഒരു ജീവരാഗമായി പദമിടറും ചുവടുകളായി എൻ മോഹനനവുകളെ വഴി തേടും ഇരുളിൽ ഞാനിതാ കനലാളുമീ കരളായി വന്നിതാ അരികിലായി അഴകിലായി നിന്നുവോ നീ പ്രണയമായി ഓർമ്മയിൽ ഓമലായി തഴുകുമോ എൻ നെഞ്ചിലായി അരികിലായി അഴകിലായി നിന്നുവോ നീ പ്രണയമായി ഓർമ്മയിൽ ഓമലായി തഴുകുമോ എൻ നെഞ്ചിലായി. സ്വേച്ഛാചാരി ഭവിതുനായം വേശ്യാലയം. എല്ലാരും ഇപ്പൊ ഇറങ്ങിക്കൊള്ള ഇവിടുന്ന്. ഞാൻ ഔട്ട് ഹൗസ് മാത്രമേ വാടകയ്ക്ക് തന്നിട്ടുള്ളൂ, അതും തനിക്ക്. അത് കൂട്ടുകാരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഇറങ്ങായോ? പോട്ടെടാ, നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോവാ. പോട്ടളയാ. ശരിടാ. ശരി.